Hello, good morning everyone. I am Navneet Vishwam from New Haven Academy. നമുക്കിന്ന് IELTSൻ്റെ സ്പീക്കിംഗ് എന്ന് പറയുന്ന സെക്ഷനെ കുറിച്ചിട്ട് ഒരു ഓവർവ്യൂ നോക്കാം. എന്താണ് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ സ്പീക്കിങ്ങിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഓവർവ്യൂ. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എക്സാമിനർ വിളിക്കുന്നു, നമ്മൾ നേരെ എക്സാമിനറിനെ മുന്നേ പോയിരിക്കുന്നു, നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, നമ്മുടെ പേര് ചോദിക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എക്സാം എന്ന് പറയുന്നത് എത്ര സമയമുണ്ട്? എക്സാം എന്ന് പറയുന്നത് നമുക്ക് 12 മിനിറ്റ് മുതൽ ഒരു 15 മിനിറ്റ് വരെ മാക്സിമം സ്പീക്കിങ്ങിൻ്റെ എക്സാം കാണത്തുള്ളൂ. അപ്പോൾ ഇതിനെ എത്ര പാർട്ടായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 3 പാർട്ടായിട്ടാണ് നമുക്ക് സ്പീക്കിങ്ങിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ പാർട്ടെന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ പോലെയാണ്. മൂന്നാമത്തെ പാർട്ടെന്ന് പറയുന്നതും ഒരു ഇൻ്റർവ്യൂ പോലെയാണ്. ആദ്യത്തെ പാർട്ടും മൂന്നാമത്തെ പാർട്ടും ഇൻ്റർവ്യൂ പോലെയാണ് IELTS സ്പീക്കിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിനെ കുറിച്ച് നോക്കാം. ആദ്യത്തെ പാർട്ടെന്ന് പറയുന്നത് ഒരു 4 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ 4 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഉണ്ടായിരിക്കുന്ന ടോപ്പിക്കിൽ അവർ ചോദിക്കുന്നത് ബേസിക് ആയിട്ടുള്ള നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഹോം ടൗൺ, നിങ്ങളുടെ നാട് എവിടെയാണ്, നിങ്ങളുടെ വീടിനെ കുറിച്ച് ചോദിക്കാം, നിങ്ങളിപ്പോൾ പഠിക്കുവാണോ അതോ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുവാണോ, അതേപോലെ നമ്മളുമായിട്ട് ബേസ് ചെയ്ത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നോർമലി IELTS എക്സാമിനർ നമ്മളെടുത്ത് പെരുമാറുക. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അവർ ഒരു ഇൻ്റർവ്യൂ പോലെ നമ്മൾ ചോദിക്കുന്നു, നമ്മളതിന് ഉത്തരം പറയുന്നു. ഇതാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ കുറിച്ചും ചോദിക്കുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് IELTSൻ്റെ ഒരു പാർട്ടിലും, അതായത് നമ്മളെ ഒരു സബ്ജക്റ്റ്, ഇപ്പം നമ്മളെന്ന് പറയുന്നത് ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ്, അപ്പോൾ അതിന് നേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് IELTS സ്പീക്കിങ്ങിൽ അങ്ങനെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കില്ല. അപ്പം നമ്മളടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് 1 ചോദിക്കുന്നത്. പാർട്ട് 1 നമ്മളെ കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മളതിന് ഉത്തരം പറയുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ പോലെ പറയുന്നു. അതിനുശേഷം എന്താണ്, നമുക്ക് പാർട്ട് 2 ആണ്. പാർട്ട് 2 ആണ് എല്ലാവർക്കും പാട് എന്ന് പറയുന്ന കാര്യം. എന്തുകൊണ്ടാണ്? നമുക്ക് 2 മിനിറ്റ് നേരം സംസാരിക്കണം. നമ്മളടുത്ത് ഇൻവിജിലേറ്റർ, എക്സാമിനർ ഒന്നും ചോദിക്കില്ല, നമ്മളടുത്ത് സംസാരിക്കാനാണ് പറയുന്നത്. നമ്മൾ 2 മിനിറ്റ് നേരം സംസാരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അത് മാർക്കിനെ ബാധിക്കും, ടാസ്ക് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻ വരും. അപ്പോൾ 2 മിനിറ്റ് നേരം നമുക്ക് സംസാരിക്കണം ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് എല്ലാവർക്കും പാടായിട്ടുള്ള കാര്യമാണ്. വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ കഴിയും. നമ്മുടെ ടിപ്സും കാര്യങ്ങളും ഉണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് നമുക്ക് രണ്ടാമത്തെ പാർട്ട്. ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് 2 മിനിറ്റ് നേരം സംസാരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാർഡ് തരും, നമ്മുടെ ഒരു ക്യൂ കാർഡെന്ന് പറയും, ഒരു പേപ്പറിലായിരിക്കും തരുന്നത്. ആ പേപ്പറിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്താണ് സംസാരിക്കേണ്ടത്? യു ഷുഡ് ടോക്ക് എബൌട്ട് എ ടോപ്പിക്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ യു ഷുഡ് ടോക്ക് എബൌട്ട് എ ബുക്ക് ദാറ്റ് യു ഹാവ് റീസെൻ്റ്ലി റെഡ്. എക്സാമ്പിളാണ്. ഒരു ബുക്കിനെ കുറിച്ച് നിങ്ങൾ റീസെൻ്റായിട്ട് റീഡ് ചെയ്ത ഒരു ബുക്കിനെ കുറിച്ചിട്ട് പറയുക. എന്നിട്ട് അവർ തന്നെ പറയും യു ഷുഡ് സേ എന്ന് പറഞ്ഞിട്ട് 4, 3, 4, 5 പോയിൻ്റുകൾ പറയും. ഈ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ് നിങ്ങൾ പറയേണ്ടത്. ഏത് ബുക്കായിരുന്നു, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, ഏത് ബുക്കായിരുന്നു, നിങ്ങൾ എപ്പോഴാണ് വായിച്ചത്, എന്താണ് അതിൻ്റെ, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് 3, 4 ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് നമ്മളടുത്ത് പറയാൻ പറയും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 2 മിനിറ്റ് നേരത്ത് ഈ 4 ബുള്ളറ്റ് പോയിൻ്റ് ആണെങ്കിൽ 4 ബുള്ളറ്റ് പോയിൻറ്റിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരിക്കണം. അതിൽ ഏതെങ്കിലും ഒരു ബുള്ളറ്റ് പോയിൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാസ്ക് നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 2 മിനിറ്റ് കൊണ്ടെല്ലാം പറയുകയും വേണം, 2 മിനിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഇതൊക്കെയാണ് അതിൻ്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 1 മിനിറ്റിൽ താഴെ സമയം തരും, 1 മിനിറ്റ് വരെ തരും സമയം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വലിയ വലിയ സെൻറ്റൻസസും കാര്യങ്ങളൊന്നും എഴുതാൻ സമയം കിട്ടില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കാം, വീണ്ടും പിന്നെ വേറെ വീഡിയോസിൽ നോക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? 2 മിനിറ്റ് നേരം സംസാരിക്കും. ഈ 2 മിനിറ്റ് നേരം സംസാരിച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ അവർ തന്നെ പറയും ഓക്കെ, അവർ തന്നെ ഇൻ്ററപ്റ്റ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? 1, 2 ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവർ എൻഡ് ചെയ്യും ആ പാർട്ട്. അതിനുശേഷം എന്താണ് മൂന്നാമത്തെ പാർട്ട്? മൂന്നാമത്തെ പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ പോലെയാണ്.
നമ്മുടെ എക്സാമിൽ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് എന്താണ്, 4 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. മൂന്നാമത്തെ പാർട്ട് ഇതിൽ വരുന്ന എന്താണ്, ഇതിൽ വരുന്ന കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടിൽ എന്താണോ അതിനെ ബേസ് ചെയ്ത് കുറച്ചും കൂടെ ഒരു കൺട്രി ലെവൽ ആയിട്ടുള്ള ഒരു ഒരു ഡിസ്കഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ബുക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വീണ്ടും വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവർ കൺട്രി ലെവലിൽ വരുമ്പോൾ എന്താണ് വരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിൽ കൂടുതൽ ആൾക്കാരും ബുക്കുകൾ വായിക്കാറുണ്ടോ? ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. അല്ലെങ്കിൽ ചോദിക്കാം, റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണോ? ഇതേപോലെ ജനറലായിട്ട് കുറച്ചും കൂടെ കൺട്രി ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യങ്ങളായിരിക്കും അവർ തേർഡ് പാർട്ടിൽ വരുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിനെ ഇവരെന്ത് ചെയ്യും, നമ്മൾ മാറ്റി പറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ 2 മിനിറ്റ് സംസാരിക്കുന്ന നേരത്തും പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കി നമ്മൾ മാറ്റി പറഞ്ഞാൽ, കോൺട്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക, അത് നമ്മുടെ മാർക്കിങ്ങിനെ ബാധിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അതവർ ട്രിക്ക് ചെയ്ത് ചോദിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് വരെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവർ തേർഡ് പാർട്ട് എൻഡ് ചെയ്യും. അപ്പോൾ ഈ 3 പാർട്ടുകളും കൂടെ ഒരു 12 മുതൽ 15 മിനിറ്റുകളാണ് സ്പീക്കിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം സ്പീക്കിങ്ങിനെ കുറിച്ച് എക്സാമിന് പോകുമ്പോൾ ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്പീക്കിങ്ങിനെ കുറിച്ചിട്ടും IELTSൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളുമൊക്കെ നമ്മളെ ന്യൂ ഹേവൻ അക്കാഡമിയിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. സ്പീക്കിങ്ങിൻ്റെ കൂടുതൽ ടിപ്സും കാര്യങ്ങളും വേറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച്, സ്പീക്കിങ്ങിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസും ഇതിൻ്റെ ടെക്നിക്സും ടിപ്സും ഒക്കെ പറയാൻ ഞാൻ വിചാരിക്കുന്നു. അത് നമുക്ക് ഇനി വേറെ ഒരു വീഡിയോസിൽ നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരി വൺ.